ഹലോ മൈ ഡിയേഴ്സ്, നാളെ മുതൽ നമ്മൾ ഫ്രീ ക്ലാസ് മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ OMR രീതിയിൽ എല്ലാ എക്സാംസിനും, അതായത് 10th ലെവൽസിനായാലും +2 ലെവൽസിനായാലും ഡിഗ്രി ലെവൽസിനായാലും നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ആ ഒരു അറപ്പൊക്കെ മാറിയെങ്കിൽ മാത്രമേ പരീക്ഷാ ഹാളിൽ കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനെ സമീപിക്കാൻ പറ്റത്തുള്ളൂ. പലർക്കും അറിയാത്തത് കൊണ്ടല്ല, കണ്ടൻറ് അറിയാത്തത് കൊണ്ടല്ല തെറ്റുന്നത്, അവിടെ ലാസ്റ്റ് വരുന്ന സമയത്ത് ആ ഓപ്ഷൻ എലിമിനേഷനൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടൊക്കെയാണ് ചെയ്തത്. അപ്പോൾ അതിന് നമുക്ക് ആകെപ്പാടെ ഒരു ഇതേ ഉള്ളൂ, എന്താണ്, നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കി എടുക്കുക. അപ്പോൾ ആദ്യ ദിവസമൊക്കെ നമുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് മാർക്കേ കിട്ടത്തുള്ളൂ. പക്ഷേ അത് വെച്ച് നമ്മൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എന്നെങ്കിലും ഒരു ഗവൺമെൻറ് ജോബ് എന്ന സ്വപ്നം നമുക്ക് വിദൂരമായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മുൻപിൽ വന്നിരിക്കുന്ന ഓരോ സ്റ്റുഡൻറ്റിനെയും എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവരൊക്കെ അതിന് വേണ്ടിയിട്ട് അത്രയും ടൈം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ കുറേ പഠിക്കുന്നു, എന്നിട്ടും നമ്മൾ ലിസ്റ്റിനകത്ത് വരത്തില്ല. പലരുടെയും ഒരു പ്രശ്നമാണത്. അപ്പോൾ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ 3-4 മാർക്കിനൊക്കെ ഔട്ടായി പോകുന്നു? അപ്പോൾ അതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട പ്രശ്നം നമ്മളെ തന്നെ ഓരോ നിമിഷവും നമ്മുടെ ആയുധം മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ആയുധം എന്താണ്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും ഒക്കെ ചെയ്ത് നമ്മൾ ആ കൃത്യമായിട്ട് ഈ OMR പേപ്പറിൽ തന്നെ എന്തുകൊണ്ടാണ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പരീക്ഷാ ഹാളിൽ ചില ആൾക്കാർ നമ്മളിപ്പോൾ കൂട്ടി വെച്ച മാർക്കിൻ്റെ അത്രയും വന്നിട്ടില്ല, 2 മാർക്ക് 3 മാർക്കൊക്കെ കുറഞ്ഞതായിട്ടൊക്കെ പറയുന്നുണ്ട്, അല്ലേ? അപ്പം അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കൃത്യമായിട്ടും അത് OMRന് വെളിയിലേക്ക് പോകുന്നത് കൊണ്ടും അല്ലെങ്കിൽ കറക്റ്റായിട്ട് ടെൻഷനകത്ത് ബബിൾ ചെയ്യാത്തത് കൊണ്ടും ഒക്കെയാണ് നമുക്ക് ആ ഒരു നമ്മൾ കൂട്ടി വെച്ചതിനേക്കാൾ മാർക്ക് വരുന്നത്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആൻസേഴ്സ് മാറിപ്പോകുന്നു. അപ്പോൾ ഇതിനെല്ലാം എന്ത് പരിഹാരം? ഒന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവർക്കും വണ്ടി ഓടിക്കാൻ അറിയാമോ? ഇല്ല. റോഡിലിറങ്ങി വണ്ടി ഓടിക്കണമെങ്കിൽ നമുക്ക് ശരിക്കും നല്ല രീതിയിൽ നമ്മൾ അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്ത് ആ നമ്മുടെ അറപ്പ് മാറിയെങ്കിൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് പിന്നെ ഒരു ധൈര്യത്തോടെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം പരീക്ഷാ ഹാളിലേക്ക് നമ്മൾക്ക് ധൈര്യത്തോട് കടന്നു ചെല്ലണമെങ്കിലും അതിനുശേഷം ക്വസ്റ്റ്യൻ നല്ല ടൈറ്റ് ആണെങ്കിൽ പോലും ഏത് രീതിയിലേക്കൊക്കെ ക്വസ്റ്റ്യൻ വരും എന്നൊക്കെയുള്ള ഒരു അവബോധം നമുക്കുണ്ടാവണമെങ്കിൽ നമ്മളെ തന്നെ ഓരോ ദിവസവും മിനുക്കി എടുത്തുകൊണ്ടേയിരിക്കണം. അല്ലാതെ കുറേ തിയറി പഠിച്ച് നമുക്കെല്ലാം അറിയാം, ഞാൻ സിലബസ് കംപ്ലീറ്റ് ചെയ്തു, അങ്ങനെയൊന്നും നമ്മളൊരു കാരണവശാലും റാങ്ക് ലിസ്റ്റിൽ വരത്തില്ല. അഥവാ വന്നാൽ തന്നെ ഏറ്റവും ലാസ്റ്റിലോട്ടൊക്കെ പോകും. പക്ഷേ എന്ത് ചെയ്യണം? കൃത്യമായിട്ടും നമ്മൾ ഈ പറയുന്ന ചോദ്യങ്ങൾ എല്ലാ ദിവസവും, അതിന് ടൈം ഇച്ചിരി മെനക്കേടാണ്. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് 5, 6, 7 മാർക്കൊക്കെ ആയിരിക്കും ബിഗിനേഴ്സിനെ സംബന്ധിച്ച് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും കടന്നു വന്നിരിക്കുന്ന ആ ഒരു പാത്ത് വഴിയിട്ടാണ്. എല്ലാവരും കടന്നു വന്ന സമയത്തെ കാര്യങ്ങളും പലപ്പോഴും ആരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. എല്ലാവരുടെയും റിസൾട്ട് കാണുമ്പോൾ മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ. പക്ഷേ അതിനും വേണ്ടിയിട്ട് അവർ എത്രമാത്രം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അവർക്ക് എത്രമാത്രം പല കാര്യങ്ങളും നമ്മൾ മാറ്റിവെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. പഠനത്തോടൊപ്പം തന്നെ നമ്മൾ എല്ലാ ദിവസവും കൊണ്ടുപോകേണ്ടതാണ് ഈ പറഞ്ഞിരിക്കുന്ന മോക്ക് ടെസ്റ്റ് പോലെയൊക്കെയുള്ള കാര്യങ്ങൾ. അത് നിങ്ങൾ കൃത്യമായിട്ട് OMRൻ്റെ ബുക്ക് ഷീറ്റ് കിട്ടും, അല്ല എങ്കിൽ ഒരു OMR തൊഴിൽ വാർത്തയ്ക്കകത്തോ തൊഴിൽ വീതിക്കകത്തോ ഒക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എടുത്തു വെച്ചിട്ട് കട്ട് ചെയ്തിട്ടായാലും, ഇപ്പോൾ നമ്മളെക്കൊണ്ട് ഒരാൾ ചെയ്യിപ്പിക്കാനുണ്ട് എങ്കിൽ നമ്മൾ കുറച്ച് സമയം ഇരുന്നോളും. എല്ലാവരും കൂടെയൊക്കെയാണ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും, അല്ലേ? അപ്പോൾ അത് നമ്മൾ ഒറ്റയ്ക്കൊക്കെ ചെയ്യുമ്പോൾ സാധാരണ മറന്നു പോകും. പക്ഷെ നമ്മുടെ കൂടെയൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അവർ ചെയ്യുന്നത് കണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മളും ഓട്ടോമാറ്റിക്കലി ചെയ്യും. പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുവാണെങ്കിൽ കുറച്ചൊക്കെ കഴിയുമ്പോൾ ആ മോട്ടിവേഷൻ അങ്ങ് തീരും. പിന്നെ നമ്മൾ വീണ്ടും പഴയ ലെവലിലേക്ക് അങ്ങ് മാറും. ഇതാണ് ഒറ്റയ്ക്ക് പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ കൃത്യമായിട്ട് ആ ട്രാക്കിൽ നിന്ന് മാറാതെ PSC എന്താണ് പറയുന്നത്, PSCയുടെ പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSC ഓരോ ദിവസവും പല ഡിഫറെൻറ്റ് എക്സാംസ് നടത്തും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പുറകെ തന്നെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക. കൂടാതെ നിങ്ങൾ SCRTയും അതുപോലെ തന്നെ ഓൾഡ് SCRT പഠിക്കണം, അതുപോലെ തന്നെ ന്യൂ SCRTയും പഠിച്ചു വെച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NCERT ടോപ്പിക്, ഇതാണ് PSCയുടെ ബേസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോകാമെന്നിട്ടുണ്ടെങ്കിൽ 100% നിങ്ങൾ ലിസ്റ്റിനകത്ത് ആദ്യ 100-നകത്തൊക്കെ വരുമെന്നൊരു യാതൊരുവിധ സംശയവും ഇല്ല. പക്ഷേ എന്ത് ചെയ്യണം? ഈ പ്രാക്ടീസ് നിങ്ങൾ മുടക്കരുത്. അപ്പം നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ ആപ്പിനകത്ത് നാളെ മുതലും മൺഡേ മുതൽ ഫ്രൈഡേ വരെ എല്ലാ ദിവസവും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആപ്പിനകത്ത് ചെയ്യാനുള്ള സൗകര്യം ലൈവായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് OMR തന്നെ കൊണ്ടുവന്ന് പോളൊക്കെ ഓപ്ഷൻസ് അവിടെ ഉണ്ട്. പക്ഷേ ഞാൻ പോൾ ഇടത്തില്ല. പകരം കൃത്യമായിട്ട് ആ OMR ബബിൾ ചെയ്ത് ഇന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ ചെയ്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കേ. ഒരു മാസം കൊണ്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ ലെവൽ നമുക്ക് എത്രമാത്രം അറിയാം, ഏതൊക്കെ ടോപ്പിക്സാണ് നമുക്ക് വീണ്ടും പഠിക്കേണ്ടത്. ഇപ്പോൾ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ച സംഭവങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കും. അത് വല്ലാത്തൊരു ട്രെൻഡാണ്. അതേസമയം നമ്മൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ നമുക്ക് എന്തൊക്കെയാണ് മിസ്റ്റേക്കുകൾ വരുന്നത്, ഏത് പോർഷനാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പോർഷൻസ് ഊന്നൽ നൽകിക്കൊണ്ട് പഠിക്കുക ആ ദിവസം. അപ്പോൾ അത് പിറ്റേ ദിവസം ആകുന്ന
പോകുന്ന സമയത്ത് അടുത്ത വേറെ ഏതെങ്കിലും ടോപ്പിക്കിനകത്തായിരിക്കും നമുക്ക് മാർക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മളുടെ റേഞ്ച്, നമുക്ക് എവിടെയാണ് നമ്മൾ താന്ന് നിൽക്കുന്നത്, അവിടെ വേണം നമ്മൾ പൊക്കിക്കൊണ്ട് വരാൻ. അല്ലാതെ നമുക്ക് ഹിസ്റ്ററി എല്ലാം അറിയാമെങ്കിൽ എല്ലാ ദിവസവും ഇരുന്ന് ഹിസ്റ്ററി പഠിച്ചിട്ട് ഒരു കാര്യമില്ല. എല്ലാ കാര്യങ്ങളും PSCയുടെ സിലബസ് അനുസരിച്ച് ഇപ്പോൾ ഒരേ രീതിയിലാണ് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കി വേറൊരാളുടെ പാത്ത് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വീക്കായിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കത്തില്ല നിങ്ങൾക്ക് വീക്കായിട്ടിരിക്കുന്നത്. ഇപ്പോൾ മാത്സ് അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ മാത്സ് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ രക്ഷയില്ല, മാത്സ് അവിടെ പഠിക്കണം. ചിലരെ സംബന്ധിച്ച് ഇംഗ്ലീഷ് ആയിരിക്കും പാട്, അപ്പോൾ അവർ ഇംഗ്ലീഷിന് കുറച്ചുകൂടെ ടൈം കൊടുത്തിട്ട് പഠിക്കണം. നമ്മൾക്ക് ഈ പറയുന്ന എല്ലാ കുറവുകളെയും നമ്മൾക്കൊരു പരിധി വരെ പരിഹരിച്ച് കഴിഞ്ഞാൽ PSC പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും 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 പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാര്യമില്ല. നമുക്ക് അറിയാത്ത പോർഷൻസിലേക്കൂടെ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. അതിന് നമുക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഒരാളുടെ സ്ട്രാറ്റജി വേറൊരാൾക്ക് കറക്റ്റായിട്ട് സ്യൂട്ട് ആവത്തെ എന്ന് പറഞ്ഞതിൻ്റെ റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിനകത്ത് ഏത് ഏരിയാസ് വരുമ്പോഴാണ് എനിക്ക് കൺഫ്യൂഷൻ വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അനാലിസിസ് ചെയ്ത് മുന്നോട്ട് പോകാമെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും വിത്തിൻ 1 മന്ത് കൊണ്ട് തന്നെ നല്ല ഒരു റാങ്കിലേക്ക് അല്ലെങ്കിൽ നല്ല ഒരു കോൺഫിഡൻസ് ലെവൽ ഈ പരീക്ഷാ ഹാളിൽ നമുക്ക് എന്താണ് നമ്മളല്ലാതായി തീരുന്നത് കൊണ്ടാണ് ഇത്രയും അധികം മാർക്കുകൾ പുറകോട്ടേക്ക് പോകുന്നതിൻ്റെ റീസൺ അല്ലേ. അവിടെ വെച്ച് നമ്മൾ ഈ പറയുന്ന മെൻ്റൽ സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ടില്ല. അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് ആ സപ്പോർട്ട് പരീക്ഷാ ഹാളിൽ നമ്മൾ എടുക്കണം. അതിന് നമ്മൾ ആ ദിവസം കൊണ്ട് നേടിയെടുക്കാൻ പറ്റത്തില്ല, 2 ദിവസം കൊണ്ട് പറ്റത്തില്ല. അതിന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സുണ്ട്. ഞാനിത് വെറുതെ പറയുന്നതല്ല. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. അപ്പം തിങ്കളാഴ്ച ദിവസം എല്ലാവരും കൃത്യമായിട്ട് ലൈവിൽ തന്നെ വന്ന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ലൈവിലൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഒത്തിരി ഒന്നും ചെയ്യണമെന്ന് പറയുന്നില്ല, ദിവസം 100 ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യണമെന്ന് പറഞ്ഞില്ല. നമുക്കൊരു 50 എണ്ണം ചെയ്യാൻ പറ്റുള്ളെങ്കിൽ 50 എണ്ണം ചെയ്യണം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാനുള്ള റീഡിങ് കപ്പാസിറ്റി നമുക്ക് കൂടും, ചെയ്ത് ബബിൾ ചെയ്യാനുള്ളത് കൂടും, അത് എത്ര മാത്രമെന്നുള്ള ആക്യുറേറ്റ് ലെവൽ നമ്മുടെ കൂടും. ഇതൊക്കെ നമുക്ക് ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ മാനസിക നില ഭയങ്കര ഹൈ ആയിരിക്കും, അവർക്കുണ്ടാകുന്ന എനർജി ലെവൽ ഹൈ ആയിരിക്കും. എവിടാണോ ഹയസ്റ്റ് ആയിട്ടുള്ള എനർജി ലെവൽ അവിടോട്ട് മാത്രമേ കാര്യങ്ങൾ ഹൈ ആയിട്ടുള്ളത് പോകത്തുള്ളൂ. നമ്മൾ ലൈക്ക് അട്രാക്ട്സ് ലൈക്സ് എന്ന് പറയുന്നത് പോലെ നമ്മൾ ഉയർന്ന് നമുക്ക് റാങ്ക് നേടണമെങ്കിൽ നമ്മൾ ഇച്ചിരി റിസ്ക് ഒക്കെ എടുക്കണം. ആ റിസ്ക് എടുക്കേണ്ടത് കുറേ പഠിക്കുന്നതിലല്ല, പ്രാക്ടീസ് ചെയ്യുന്നതിൽ കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു. താങ്ക്